ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഫ്താർ സ്പെഷ്യൽ ഒരു പുതുപുത്തൻ പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുതുപുത്തൻ പലഹാരമാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പുതുപുത്തൻ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കട്ടെ. വരൂ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു 250 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് കൂടുതലൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൂടുതൽ ചേർത്താൽ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ കുത്തലുണ്ടാകും. ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. അത് 1/2 ടീസ്പൂൺ ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊരു അരമണിക്കൂറൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് വറുത്ത അരിപ്പൊടി, നന്നായിട്ട് നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ്. അത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിനകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാവെടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. കാരണം മിക്സ് ചെയ്ത് കൊടുക്കാതെ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്താൽ അതിൻ്റെ അടിയിലൊക്കെ വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് കട്ട പിടിച്ചിരിക്കും, അടിയാതെ കട്ട പിടിച്ചിരിക്കും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒഴിച്ച വെള്ളം എനിക്ക് പോരാതെ വന്നു. പിന്നെ 1 കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുഴിവുള്ള പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏത് ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് ഇതൊന്ന് കുറുക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ ഇളക്കി തന്നെ കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും, അല്ലാത്തൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ മാവ് ഏകദേശം കുറുവി കിട്ടാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് കട്ടയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കുന്നതനുസരിച്ച് കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയെ. നമുക്ക് ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം വരെ നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് ഇത്തിരി കൂടി നന്നായിട്ടൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. ഒരിക്കലും തീ കൂട്ടി വയ്ക്കരുത് കേട്ടോ. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അടി പിടിച്ച് ഒരു പൊന്ന സ്മെല്ലുണ്ടാകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളിതൊന്ന് തയ്യാറാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഏകദേശം നന്നായിട്ട് ടൈറ്റായി വന്നിട്ടുണ്ട്. അത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് നല്ല ഉരുണ്ട് വരുന്ന ഒരു സ്റ്റേജ് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് കറക്റ്റ് പരുവത്തിന് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് കൈയുടൻ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ഇത് പാൻ തന്നെ വെച്ചാൽ അടിഭാഗം ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ മാവ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. വേണമെന്നില്ല എങ്കിലും ഇത്തിരി സോഫ്റ്റായി കിട്ടും. അപ്പോൾ നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം.
ഇത്ര മതി. ഇനി നമുക്ക് ഇതൊന്ന് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഇതിന് വേണ്ടിയുള്ള ഒരു ഫില്ലിങ്സ് നമുക്ക് തയ്യാറാക്കണം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ, ഒരു അരക്കപ്പ് വെളിച്ചെണ്ണയോളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയൊരു 3 മീഡിയം സൈസ് സവാള ഞാൻ ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. നല്ല നൈസായിട്ടൊന്നുമല്ല അരിഞ്ഞിട്ടുള്ളത്, ഇച്ചിരി കട്ടിയോട് കൂടിയാണ് അരിഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഞെരടി ആ ലെയറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പകുതി ഭാഗം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായാൽ മാത്രം മതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി വരുന്നുള്ള ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ സവാള ഒരുവിധം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി കാഷ്യൂനട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഞുറുക്കിയെടുത്തതാണേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കാഷ്യൂസും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവേ. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ ബാച്ചാണ് കേട്ടോ. ആദ്യത്തെ ബാച്ച് ഇതേ ലൈറ്റ് ഗോൾഡൻ കളറിൽ ഞാൻ കോരി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ആദ്യം ഇട്ട ഉള്ളിയിൽ കൂടെ തന്നെ നമുക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളി മൊത്തം ഫ്രൈ ആക്കി എടുത്തത്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പകുതി ഭാഗമാണ് ഞാൻ ആദ്യം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിക്കന് ഡീപ്പായിട്ട് അങ്ങ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒരു ഹാഫ് കുക്ക് ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടിട്ടുണ്ട്. നല്ല ഹാഫ് കുക്ക് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ അത് രണ്ടാമത്തെ ബാക്കിയുള്ള ചിക്കനും കൂടി ഞാൻ ഇതിലേക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഭാഗത്തേക്ക് ഒതുക്കി വയ്ക്കാം. എന്നിട്ട് ഈ എണ്ണ അത്രയും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഈ എണ്ണ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗത്ത് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണമൊന്ന് മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ആദ്യം കോരി മാറ്റിയ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മൊത്തം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചൂടോടുകൂടി നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സെക്കൻഡ് നമുക്ക് ഒന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങ് എല്ലാം കൂടി മൊത്തം ഒന്ന് പൊടിഞ്ഞു പോകരുത്. ചെറുതായിട്ട് അവിടെ ഇവിടെയായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എങ്കിലും മൊത്തത്തിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല. അവിടെ ഇവിടെയായിട്ട് മുഴുവനായിട്ട് കിടപ്പുണ്ട്. അങ്ങനെ വേണം കേട്ടോ. നമുക്ക് തീരെ അങ്ങ് പൊടിച്ച് എടുക്കാൻ പാടില്ല. അപ്പോൾ അതാ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഒന്ന് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ മൂപ്പിച്ച് വെച്ചിരുന്ന കാഷ്യൂസും ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ അതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫില്ലിങ്സാണ്. കറക്റ്റ് എരിവോട് കൂടി, നല്ല കൂടുതലൊന്നും എരിവില്ലാതെ ഉള്ളിയൊക്കെ മൂപ്പിച്ചതും ഫ്രൈ ചെയ്ത അണ്ടിപ്പരിപ്പും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഫില്ലിങ്സ് വെച്ച് നിറച്ചെടുത്ത നമ്മുടെ പലഹാരം. അപ്പോൾ അതാ ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. നമ്മുടെ മാവ് ഒന്നും കൂടി നമുക്ക് ഇതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കാം. കാരണം മീതപ്പുറം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് വീണ്ടും ഒന്ന് പരുവപ്പെടുത്താം. ഇനി നമുക്ക് കുറച്ച് ഇല എടുക്കാം. കുറച്ച് വാഴയില ഞാൻ എടുത്തിട്ടുണ്ട്. അത് വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വാഴയില കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അത്രയും പോർഷൻ നമ്മുടെ ഇലയുടെയൊക്കെ എടുക്കുന്നില്ലേ അതുപോലെ. എന്നിട്ട് നമുക്ക് ഈ ഇലയിൽ വെച്ച് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അത് ആദ്യത്തെ ഇലയിൽ ഞാൻ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കട്ടി കുറച്ച് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം പരത്തിയത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത ഇലയിലും കൂടി നമുക്കിതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ഇലയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരത്തിയ ഇതിലേക്ക് നമുക്ക് മധ്യഭാഗത്തായിട്ട് നമ്മുടെ ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. മൊത്തത്തിൽ നിരത്തേണ്ട ആവശ്യമില്ല. കുറച്ച് അറ്റത്ത് കുറച്ച് ഭാഗം വിട്ടിരിക്കണം കേട്ടോ. ഇതുപോലെ. അപ്പോൾ ഇതെന്താ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മധ്യഭാഗത്ത് വെച്ച് ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം പരത്തിയ മാവ് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വിളുമ്പൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ ഇല ഒന്ന് വലിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇല മീതെ ഭാഗത്തെ ഇല ഒന്ന് മാറ്റിയതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒതുക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് ഒട്ടിയിരിക്കാനാണേ. അപ്പോൾ ഞാൻ ആദ്യത്തത് പരത്തിയെടുത്ത് ഫില്ലിങ്സൊക്കെ നിറച്ചിട്ട് സൈഡൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതും പരത്തിയെടുത്തിട്ടുണ്ട്. അതിലും നമുക്ക് ഫില്ലിങ്സ് നിറച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ വേറൊരു പരത്തിയ മാവും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്ക് സൈഡ് ഒതുക്കി കൊടുക്കാം. എന്നിട്ട് ആ എല്ലാം നമുക്ക് മീതെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഞാൻ അടുപ്പിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരത്തിയത് നമുക്ക് ഈ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. രണ്ടും കൂടി ഒത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം 10 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അടപ്പ് വെച്ച് നടച്ച് ഒരു 10 മിനിറ്റ് വെന്ത് കിട്ടട്ടെ. അതിനിടയ്ക്ക് നമുക്ക് ബാക്കിയുള്ളതും കൂടി നമുക്ക് പരത്തി ഫില്ലിങ്സൊക്കെ നിറച്ചൊന്നെടുക്കണം. അപ്പോൾ അതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ആവി പറക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പലഹാരം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പലഹാരം ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്.
ഇത് നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം 1 കപ്പ് മാവിൽ നിന്ന് എനിക്ക് 4 എണ്ണം തയ്യാറാക്കാൻ പറ്റിയേ. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം അതാ നമ്മുടെ പലഹാരം മൊത്തം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ പത്തലാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ ചിക്കനൊക്കെ പൊരിച്ചിട്ട് ഉള്ളിയും കൂടി പൊരിച്ചിട്ട് നമ്മുടെ കാഷ്യൂസൊക്കെ ചേർത്ത് മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കിയ അടിപൊളി ചിക്കൻ പത്തലാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ഇഫ്താർ സ്പെഷ്യൽ ചിക്കൻ പത്തലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതൊരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ആദ്യം വേവിച്ചത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇലമൊന്ന് മാറ്റിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നോക്കിയേ, ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സോഫ്റ്റാണ്. കാരണം നമ്മൾ വറുത്ത മാവിൽ വീണ്ടും വേവിച്ച് ഇത് മാവ് തയ്യാറാക്കിയതാണ്. അതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. കുതിർത്ത അരി അരച്ച് ഉണ്ടാക്കിയതിനേക്കാളും വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്കൊന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇഫ്താറിന് തയ്യാറാക്കിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണയിൽ പൊരിച്ചെടുക്കാത്ത കുറേ ഐറ്റം പലഹാരങ്ങൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കയറി ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ നമ്മുടെ പത്തൽ മൊത്തം കട്ട് ചെയ്തെടുത്തേ. അപ്പോൾ ഞാനൊരു പീസ് എടുത്ത് കാണിച്ചു തരാം. നിറയെ ഫില്ലിങ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം നമ്മൾ ഫ്രൈ ചെയ്താണ് നമ്മൾ ഇതിൽ ചിക്കനൊക്കെ നിറച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിയും ഫ്രൈ ചെയ്താണ്. അപ്പോൾ കടിക്കുമ്പോൾ ആ ചിക്കനും ഉള്ളിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.